പല ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ മടിക്കുന്ന പേടിക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഫൈനാൻഷ്യൽ ഫ്രീഡവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നമ്മളൊരു ഷോപ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് സെൻ്റർ ആണെങ്കിൽ, അതല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മൊബൈൽ ഷോപ്പ്, പെർഫ്യൂം ഷോപ്സ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. കാരണം അടുത്ത 3 മാസത്തേക്കുള്ള സാലറി, അവിടെ എത്ര സ്റ്റാഫ് വേണം, ആ സ്റ്റാഫിനെ ആരൊക്കെ കോർഡിനേറ്റ് ചെയ്യണം, അവിടുത്തെ റെന്റ് എത്രയാണ്, അവിടുത്തെ ഇന്റീരിയർ ചെയ്യാൻ എത്ര ബഡ്ജറ്റ് വരും, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് ഫണ്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കൂടുതൽ ബിസിനസ് കിട്ടാൻ, വാക്കിൻ കസ്റ്റമർ വരാൻ കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കാൽക്കുലേറ്റഡ് റിസ്കിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. പലരും ആളുകളെ കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ ആളുകളോട് പറയിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫ്ലോപ്പ് ആവും. നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്കറിയാം, നമ്മുടെ ഫൈനാൻസ് മാനേജർക്ക് അറിയാം. ഫൈനാൻസ് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അടുത്ത ഒരു എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറുതല്ല, വലുതായിട്ടുള്ള കാൽക്കുലേറ്റഡ് റിസ്ക് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വിൻ.